ഹബീബായ നബി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, സഹാബ അറഅയ്തും, നിങ്ങളുടെ അഭിപ്രായം എന്താണ് സഹാബത്തെ? ലൗ അന്ന നഹറൻ ബിബാബി അഹദികും, നിങ്ങളുടെ വീടിന്റെ മുൻഭാഗത്തുകൂടി ഒരു നദി ഒഴുകുകയാണ്. സഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ, 5 പ്രാവശ്യം നദിയിൽ നിന്ന് ഈ ദിവസം കുളിക്കാറുണ്ട് സഹാബത്തെ. ആ നദിയിൽ നിന്ന് 5 പ്രാവശ്യം കുളിക്കാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഹൽ യുബ്ഖി മിൻ ദറനിഹി ശൈഉൻ, എന്തെങ്കിലും അഴുക്ക് മനുഷ്യന്റെ ശരീരത്തിൽ ശേഷിക്കുമോ സഹാബ? 5 പ്രാവശ്യം ഒരു നദിയിൽ നിന്ന് ആരെങ്കിലും കുളിച്ചു പോയാൽ അവന്റെ ശരീരത്തിൽ അഴുക്കുകൾ ശേഷിക്കുമോ സഹാബ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അഴുക്ക് ശേഷിക്കൂല. ഈ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഫദാലിക മസലു സ്വലാത്തിൽ ഖംസ്, പ്രകാരമാണ് സഹാബത്തെ 5 വഖ്ത് നമസ്കാരം. അല്ലാഹുവിനെ അറിയാം, അവന്റെ അടിമകളിൽ നിന്ന് തെറ്റ് സംഭവിക്കുന്നതാണ്. അവന്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. സഹോദരങ്ങളെ, തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ചെറിയ തെറ്റുകളാണ്. വൻപാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, 7 വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാൻ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞവനല്ലാതെ രക്ഷയില്ല. അല്ലാഹുവേ, ഈ വൻപാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നുപോയല്ല, ഇനി ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ലാതെ ആ തെറ്റുകളൊക്കെ പ്രിയമുള്ളവരെ പുറത്തു തരൂല്ലെങ്കിൽ ഈ നമസ്കരിക്കുന്നത് കൊണ്ട് ചെറിയ പാപങ്ങളാണ്. നമ്മൾ ചിന്തിക്കാതെ പോകുന്ന, നമ്മൾ ഓർക്കാതെ പോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കൊച്ചു കൊച്ചു തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. സഹാബ, ളുഹർ നമസ്കരിച്ച ഒരുവൻ അസ്ർ നമസ്കരിക്കുന്നതിനിടയിൽ എന്തൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ, ചെറിയ ചെറിയ തെറ്റുകൾ, കുഞ്ഞു തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ളുഹറിന് ശേഷം അസ്ർ നമസ്കരിക്കുമ്പോ ളുഹർ മുതൽ അസ്ർ വരെ ചെയ്ത തെറ്റുകൾ അല്ലാഹു പൊറുക്കുകയാ. മഗ്രിബ് നമസ്കരിക്കുമ്പോൾ അസ്ർ മുതൽ മഗ്രിബ് വരെ ചെയ്ത തെറ്റുകൾ അല്ലാഹു പൊറുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, 5 വഖ്ത് നമസ്കരിക്കുന്നത് കൊണ്ട് അവന്റെ എല്ലാ ചെറിയ തെറ്റുകളും പൊറുക്കപ്പെടുമെങ്കിൽ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? തലകുത്തി മറിഞ്ഞാൽ പോരെ പെങ്ങളെ. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഒന്ന് നമസ്കരിച്ചൂടെ എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞപ്പോ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിസ്കരിച്ചു പോയ പെങ്ങളെ, അങ്ങനെ നീ ഭർത്താവിനെ പേടിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ ഈ പാവങ്ങൾ പുറക്കപ്പെടൂല. ചെറുപ്പക്കാരാ, ഉപ്പ പറയാണ്, നിന്നെ വീട്ടിൽ കയറ്റണമെങ്കിൽ 5 വഖ്ത് നമസ്കാരം നീ കൃത്യമായി നമസ്കരിക്കണം എന്ന് നിന്നോട് പറഞ്ഞപ്പോ ആ ഉപ്പയെ പേടിച്ചുകൊണ്ട്, ഉപ്പയുടെ അടി പേടിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ ഈ പ്രതിഫലം കിട്ടൂല. പിന്നെയോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, മൂസ നബിയേ, ഇന്നനി അനല്ലാഹ്, മൂസ നബിയേ, ഞാൻ അല്ലാഹു ആണ്. മൂസ നബിയേ, ഇല്ലാ ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ഈ ലോകത്ത് ഇലാഹില്ല നബിയേ. ദൈവമെന്ന് പറഞ്ഞാൽ ഞാനാണ്. മൂസ നബിയേ, ഫഅബ്ദുനീ, എന്നെ ആരാധിക്കണേ നബിയേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞിട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്, വഖിമിസ് സ്വലാത ബിദിക്രി. മൂസ നബിയേ, എന്നെ ഓർക്കാൻ വേണ്ടി അങ്ങ് നമസ്കരിക്കണേ മൂസ നബിയേ, എന്നെ ഓർക്കാൻ വേണ്ടി അങ്ങ് നമസ്കരിക്കണേ മൂസ നബിയേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എങ്ങനാ നമസ്കരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഫുട്ബോളിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമസ്കരിച്ചാൽ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടൂല. ക്രിക്കറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടൂല. ഇലക്ഷൻ ആരാണോ ജയിക്കുന്നത്, നമ്മുടെ പാർട്ടിയാണോ അതോ നമ്മുടെ എതിര് പാർട്ടിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടൂല. പിന്നെയോ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്, ആസിമ റളിയല്ലാഹു തആല അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കാണ്, അല്ലയോ ആസിമേ, നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ
സ്വീകരിക്കപ്പെടണമെങ്കിൽ 5 കാര്യങ്ങളാണ് നീ ശ്രദ്ധിക്കേണ്ടത്. നീ നമസ്കരിക്കുമ്പോ എന്റെ മാടമ്പടയിലുള്ള ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ നമ്മുടെ നമസ്കാരങ്ങൾ അതുപോലെയാകണം. ആ നമസ്കരിക്കുന്നവരാകണം. ഇല്ലെങ്കിൽ സക്കറിന്റെ അനന്തര അവകാശിയായി മാറുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ കൃത്യമായി നമസ്കരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. എങ്ങനെയാ നമസ്കരിക്കേണ്ടതെന്നറിയോ? നമസ്കാരത്തിനായി ഭാഗ്യം വിളിക്കുമ്പോ അതാ ശുദ്ധമായ വെള്ളത്തില്, പൂറായ വെള്ളത്തില് ഉതുവെടുത്തുകൊണ്ട് മുസല്ലയിലേക്ക് കടന്നു വരണം. അതിനു മുമ്പ് ഉദു ശരിയായോ എന്ന് ശ്രദ്ധിക്കണം. ഉദു ചെയ്തത് ശരിയാണോ? ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവൻ നനഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പൂർണ്ണമായ ഉദു എടുത്തുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് നിൽക്കുമ്പോ എന്റെ പെങ്ങളെ നീ ചിന്തിക്കേണ്ടത് വീട്ടിനുള്ളിൽ മുസല്ലയിലാണ് നിൽക്കുന്നത് എന്നല്ല. പിന്നെയോ നിന്റെ ചിന്ത കടന്നു വരേണ്ടത് മഹ്ശറയില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരണയെല്ലാം കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ പേരെന്താ? സിറാത്ത് എന്ന പാലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ സിറാത്ത് എന്ന സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ കൂടി പോകുമ്പോൾ അവൻ വിശ്വാസിയാണെങ്കിൽ അവനതാ നരകത്തിലേക്ക് ആപതിക്കുകയാണ്. ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഞാൻ നിൽക്കുന്നത് മുസല്ലയിലല്ല, ഞാൻ നിൽക്കുന്നത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലാണ്. ഏത് നിമിഷവും താഴെ കാണുന്ന അഗ്നിയിലേക്ക് താഴ്ന്നു പോകാം. അല്ലാഹുവേ എന്നെ നീ കാത്തുരക്ഷിക്കണേ എന്ന ചിന്തയോടുകൂടിയാ നമസ്കരിക്കേണ്ടത്. ഇത് മാത്രമല്ല പെങ്ങളെ, പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് സീരിയലിനെ കുറിച്ച് ചിന്തിച്ചു പോയാലോ, അടുക്കളയിൽ എന്ത് ഭക്ഷണം വേവിക്കണമെന്ന് ചിന്തിച്ചു പോയാലോ, എന്റെ ഭർത്താവ് സാരി വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് ചിന്തിച്ചു പോയാലോ, ക്രിക്കറ്റിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും സിനിമയെ കുറിച്ചും സീരിയലിനെ കുറിച്ച് ചിന്തിച്ചു പോയാലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുകളിൽ നിന്ന് കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നീ നമസ്കരിച്ചു പോയാൽ വലത് ഭാഗത്ത് സ്വർഗമാണ്. ഞാൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചാൽ ഈ കാണുന്ന സ്വർഗത്തിലേക്കാണ് ഞാൻ കടന്നു പോകേണ്ടത്. അതല്ല ഞാൻ തെറ്റ് ചെയ്തു പോയാൽ എന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ, എന്റെ നമസ്കാരം കൃത്യമായി നമസ്കാരമായില്ലെങ്കിൽ ഞാൻ കടന്നു പോകേണ്ടത് ഇടത് ഭാഗത്ത് കാണുന്ന നരകത്തിലേക്കാ. അല്ലാഹുവേ എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ എന്ന ചിന്തയോടുകൂടിയാ നമസ്കരിക്കേണ്ടത്. തീരുന്നില്ല സഹോദരങ്ങളെ. അവസാനമായി നിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ്. ഇനി ഒരു നമസ്കാരം നിനക്കില്ല. നിന്റെ ജീവിതത്തിൽ ഇനി ഒരു മുഹർ നമസ്കാരമില്ല. മുഹർ നമസ്കരിക്കുന്നവൻ ചിന്തിക്കേണ്ടതാണ്. നമസ്കരിക്കുന്നവനാണെങ്കിലോ ഇനി എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരമില്ല. എന്റെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് അസർ എന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ പറയുമ്പോ നിന്റെ നമസ്കാരം ക്ലിയറാണ്, നിന്റെ നമസ്കാരം ക്ലിയറാണെന്ന് ോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ 30 വർഷത്തോളം ഇതുപോലെയാ ചെറുപ്പക്കാരാ നമസ്കരിച്ചതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള ഭാഗ്യം തരട്ടെ. നല്ലതുപോലെ നമസ്കരിക്കാൻ നിന്റെ പ്രിയമുള്ളവരെ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.